തൃശൂർ മാളയിൽ SIR രാജേഷ് ക്വാർട്ടേഴ്സിനുള്ളിൽ മരിച്ച സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. വ്യക്തിപരമായ കാരണങ്ങളാലാണ് ജീവനെടുക്കുന്നതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ല. സനു കെ സജീവ ചേരുന്നു. സനു പറയൂ. SHOനെയാണ് ക്വാർട്ടേഴ്സിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ക്വാർട്ടേഴ്സിനുള്ളിൽ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഓഫീസിൽ കഴിഞ്ഞ 2 ദിവസമായിട്ടും SHO ആയിട്ടുള്ള രാജേഷ് അവധിയായിരുന്നു. ഇന്ന് രാവിലെ ഡ്യൂട്ടിയിൽ കയറേണ്ടതാണ്. എന്നാൽ ആ കൃത്യസമയത്ത് ഡ്യൂട്ടിയിൽ എത്തുകയില്ല. മാത്രമല്ല 11 മണിയായിട്ടും അദ്ദേഹത്തെ കുറിച്ച് വിവരമില്ലാതായതോടുകൂടിയാണ് SIയുടെ നേതൃത്വത്തിൽ ഇദ്ദേഹം താമസിക്കുന്ന വീട്ടിലെടുത്തി പരിശോധന നടത്തിയത്. ആദ്യം ഫോണിൽ വിളിച്ചപ്പോൾ ഉള്ളിൽ നിന്ന് റിങ് ചെയ്യുന്നുണ്ട്. പിന്നീട് മറ്റനക്കങ്ങളോ പ്രതികരണങ്ങളോ ഒന്നും ഇല്ലാതായതോടുകൂടി കതക് പൊളിച്ച് ഉള്ളിൽ കയറിയപ്പോഴാണ് ഹാളിൽ ഇദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത്. വ്യക്തിപരമായ കാരണങ്ങളാലാണ് ജീവൻ എടുക്കുന്നതെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം കുറിച്ചിട്ടുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആരോപണങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ SHOയ്ക്കെതിരെ മാള സ്റ്റേഷനിൽ ഏതാനും ആളുകൾ പരാതി ഉന്നയിച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പരാതികൾ ഉന്നയിച്ചിരുന്നു. അല്ലെങ്കിൽ സഹപ്രവർത്തകർ തന്നെ ചില ഇയാൾക്കെതിരെ ഈ SHOയ്ക്കെതിരെ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു എന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതാണോ ഇത്തരമുള്ള ആക്ഷേപങ്ങളാണോ ഈ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു പരാതിയായിട്ട് പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ CPM ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഈ SHOയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPIM ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. മക്കൾ എടുത്തു നൽകിയിട്ടുള്ള വസ്ത്രം അണിയിച്ച് വേണം തന്നെ യാത്രയാക്കാൻ എന്നടക്കമുള്ള കാര്യങ്ങൾ ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുമ്പോൾ മറുഭാഗത്ത് നിന്ന് ഈ മറ്റ് പ്രതികരണങ്ങൾ, അതായത് സ്റ്റേഷനുള്ളിൽ തന്നെ ഈ SHOയ്ക്കെതിരെ ചില സംഘടിത നീക്കങ്ങൾ നടന്നിരുന്നു എന്നതിന്റെ ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. ശരി, സാനുവാണ് വിവരങ്ങൾ നൽകിയത്.